ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പിറന്ന എവർഗ്രീൻ സിനിമയാണ് സന്ദേശം. ഇന്നും വലിയ റിപ്പീറ്റ് വാല്യൂമുള്ള സന്ദേശം ആക്ഷേപഹാസ്യമാണ് ശ്രീനിവാസൻ ഒരുക്കിയത്. ജയറാം, തിലകൻ, കബീർ പൊന്നമ്മ തുടങ്ങിയ വലിയ താരനിര ഒന്നിച്ച ചിത്രമായിരുന്നു സന്ദേശം. സന്ദേശം പോലൊരു സിനിമ തനിക്കൊരിക്കലും എഴുതാൻ കഴിയില്ലെന്ന് പറയുകയാണ് ശ്രീനിവാസന്റെ മകനും നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. സിനിമയാണെന്നും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താത്ത പൊളിറ്റിക്കൽ സറ്റയർ ഇന്നും പ്രേക്ഷകർ സ്വീകരിക്കുമെന്നും വിനീത് പറഞ്ഞു. സിനിമയിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം എളുപ്പമാണെന്നും അത് നല്ല നിരീക്ഷണം വേണമെന്നും വിനീത് കൂട്ടിച്ചേർത്തു. സന്ദേശം പോലൊരു സിനിമ എഴുതാൻ എനിക്ക് കഴിയില്ല. അതൊരു വേറൊരു റേഞ്ചിൽ നിൽക്കുന്ന സിനിമയാണ്. നല്ല തമാശ ആസ്വദിക്കാനുള്ള മനസ്സ് മലയാളികൾക്ക് ഇഷ്ടമുണ്ടെന്നും തന്നെയാണ് കരുതുന്നത്. ചില സിനിമകൾ കണ്ട എന്നെ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ വിളിക്കും. ആ സീൻ ഞങ്ങൾക്കിട്ട് കൊട്ടിയതാണെന്ന് മനസ്സിലായി. സാരമില്ല, അതൊക്കെ ഞങ്ങൾ തമാശയായി മാത്രം കാണുന്നുള്ളൂ എന്നൊക്കെ പറയും. ട്രോളുകൾ എല്ലാ പാർട്ടിക്കാരും ആസ്വദിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് എഴുത്താണ്. എഴുത്തിന് ആവശ്യമായ അറിവ് മാത്രമല്ല നിരീക്ഷണമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു വാക്കിൽ നിന്നും ഒരാളുടെ സ്വഭാവം പിടിച്ചെടുക്കാം. ഒരു ഉദാഹരണം പറയാം. ഇരകൾ എന്ന സിനിമയിൽ തിലകൻ ചേട്ടൻ വീട്ടിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്. വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇരിക്കൂ എന്ന് നമ്മൾ പറയുന്നത്, എന്നാൽ തിലകൻ ചേട്ടന്റെ കഥാപാത്രം പറയുന്നത് ഇരിക്കാം എന്നാണ്. വേണമെങ്കിൽ ഇരിക്കാം എന്നർത്ഥം. ആ കഥാപാത്രത്തിന്റെ ഉള്ളിലുള്ള അഹങ്കാരം ആ ഒരൊറ്റ വാക്കിലൂടെ പുറത്തു വന്നു. അതാണ് എഴുത്തിന്റെ ശക്തി.